ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ടൈനി വ്ളോഗ്സ്. അപ്പം വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് തനക്കുട്ടം ബഹളം തുടങ്ങിയതാണ്. എവിടെയെങ്കിലും പോകണം, ടൂറ് പോകണം, മൂന്നാർ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഇത്തവണ മൂന്നാറൊക്കെ നോക്കി, ഭയങ്കര റഷായിരിക്കും ആ ടൈം. ഒരു വിഷു ടൈമായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇത്തവണ നമുക്ക് കൊടൈക്കനാൽ പോകാമെന്ന്. അങ്ങനെയാണ് അമ്മയും അച്ഛനെയും കൂടെ കൂട്ടി നമ്മൾ കൊടൈക്കനാലിന് യാത്ര തിരിച്ചു. അപ്പം നമുക്ക് സ്റ്റേ ഞങ്ങൾ നിന്നത് നമ്മുടെ കൊടൈക്കനാൽ അത്യാവശ്യം നല്ല ഹിൽ ടോപ്പിലുള്ള ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ പോലുള്ള കുറേ വില്ലാസായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു നമ്മുടെ സ്റ്റേ കിട്ടിയത്. നമ്മളൊരു 2 BHK വില്ലയായിരുന്നു എടുത്തിരുന്നത്. അത്യാവശ്യം നല്ല ഒരു ഏരിയ ആയിരുന്നു, നല്ല ക്ലൈമറ്റും. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ചൂട് വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പം അറിയാമല്ലോ, അത്ര നല്ല ക്ലൈമറ്റ് തന്നെയായിരുന്നു. ബട്ട് കൊടൈക്കനാലിലുള്ളവർ പറയും ഇപ്പോൾ കുളിരേ ഇല്ല എന്ന് പറയും. പക്ഷെ നമുക്കതൊരു അത്യാവശ്യം നല്ല ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. നല്ലതായിട്ട് എൻജോയ് ചെയ്തൊരു ടൈമായിരുന്നു. ഒരു 15-16 വരെ നൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കത് പോരെ ഇവിടുത്തെ ചൂട് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ അവിടെ അത്യാവശ്യം ഒരു ലോക്കൽ ഏരിയ ഫുൾ കവർ ചെയ്തു. ഇപ്പോൾ ഈ കാണുന്നത് പില്ലർ റോക്സ് ആണ്. പില്ലർ റോക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ചെന്നു, പക്ഷേ പില്ലർ റോക്സ് ഒന്നും കണ്ടില്ല. അത്യാവശ്യം നല്ല കോടയുണ്ടായിരുന്നു ആ ടൈം അവിടെ. പില്ലർ റോക്സ് ഇതോ അവിടെയാണ് കാണുന്നതെന്ന് കാണിച്ചു കൊടുക്കാനേ പറ്റിയിട്ടുള്ളൂ. അപ്പം അതിനുശേഷം നമ്മൾ പോയത് ഗുണ കേവിലോട്ടാണ്. ധനുക്കുട്ടനായിരുന്നു ഏറ്റവും എക്സൈറ്റഡ് ഗുണ കേവിൽ പോകാനായിട്ട്. കാരണം അവൻ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് മൂവിയിൽ കണ്ടിട്ടേ ഉള്ളൂ ഗുണ കേവ് പറഞ്ഞിട്ട്. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഈ കാണുന്ന പോലെ നല്ല അത്യാവശ്യം തിരക്കായിരുന്നു. ട്രാഫിക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്തൊരു നല്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡേ നമ്മൾ അവിടുത്തെ നല്ലൊരു ലോക്കൽ ടാക്സി എടുത്തിട്ടാണ് കറങ്ങിയത്. അപ്പം നമുക്ക് അത്യാവശ്യം നമ്മളെ അവരെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തോളൂ. നമ്മൾ പാർക്കിനെ പറ്റിയും ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. നമ്മൾ ജസ്റ്റ് ഇറങ്ങി പോവുക, അങ്ങനെയായിരുന്നു. ഗുണ കേവിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കര ശല്യമാണ്. നമ്മൾ ഇത് കണ്ടോ, കുട്ടികളുടെ ബോട്ടിൽസ് അതൊക്കെ എക്സ്പേർട്സിനെ പോലെയാണ് അവർ തുറന്ന് യൂസ് ചെയ്യുന്നത്, വെള്ളം കുടിക്കുന്നതും എല്ലാം. അങ്ങനെ കുറേ കുരങ്ങന്മാരുണ്ട്, അതൊന്ന് സൂക്ഷിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ചെന്നാൽ വേറൊരു വൈബാണ്, കൂവലും ബഹളവും ഒക്കെയാണ്. ഇതുപോലെ ഈ പറഞ്ഞ ഈ സീനറിയൊന്നും നമുക്ക് ഫുൾ ആൾക്കാരെ മാത്രമേ കാണാറുള്ളൂ, അല്ലാതെ നമുക്ക് കാണാനും അങ്ങനൊന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാം അന്നൊരു സൺഡേയും കൂടെ ആയിരുന്നു. അത്യാവശ്യം കേരള ആൾക്കാർ മാത്രമല്ലായിരുന്നു, അവിടെ തമിഴ്നാട്ടിലുള്ളവരും എല്ലാവരും. ഒരുപാട് നല്ല തിരക്കുള്ളൊരു ടൈമായിരുന്നു സൺഡേ. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ജസ്റ്റ് ഈ ഗുണ കേവിൻ്റെ മുകളിലും അവിടുത്തെയും, എനിക്ക് തോന്നുന്നു പില്ലർ റോക്സ് ആയിരിക്കണം അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ ഒരു റോക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയുള്ള കേവ്സ് ആയിരിക്കണം അത്. കാരണം നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ ഫോറസ്റ്റ് ഏരിയയിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പില്ലർ റോക്സ് കഴിഞ്ഞിട്ടാണ് ഈ ഗുണ കേവ് വരുന്നത്. ഒരുപാട് ദൂരമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം ഈ ഒരു റോക്കിൻ്റെ ഭാഗമായിട്ടുള്ള കേവ്സ് തന്നെയാണ്. പിന്നെ നമ്മൾ ആ മൂവിയിൽ കണ്ട പോലെ ഞാൻ ഗുണ കേവിൽ ഫസ്റ്റ് ടൈം വരുവാണ്. ഞാൻ മുമ്പ് എനിക്ക് തോന്നുന്നു പണ്ടെപ്പോഴോ കൊടൈക്കനാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഗുണ കേവിനെ പറ്റി കൂടുതൽ അറിയുന്നത് ആ മൂവി കണ്ടതിന് ശേഷമല്ലേ. അപ്പം ആ മൂവിയിലെ പോലെ തന്നെ എല്ലായിടവും എന്താ പറയുക, ഇങ്ങനെ ഗ്രിൽസൊക്കെ വെച്ച് അടച്ചു വെച്ചേക്കാണെങ്കിലും എന്തൊരു അത്ഭുതമാണല്ലേ. അത് ഞാൻ ആലോചിക്കുമായിരുന്നു അവിടെ എന്നിട്ട് ആ ടൈമിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോയത്. നമ്മൾ വിചാരിച്ചതും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഡേ ഇവിടെ എല്ലാം ജസ്റ്റ് ഈ മേജർ നമ്മൾ കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേൾക്കുന്ന ഏരിയാസ് എല്ലാം ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിചാരിച്ചത്. അപ്പം നമ്മൾ ഇപ്പം തന്നെ ഏകദേശം ഉച്ചയ്ക്കൊരു 12 മണിയായി. ഞങ്ങൾ ഈ ഗുണ കേവിലോട്ടും ഈ പില്ലർ റോക്സിലോട്ടും പോകുന്ന വഴി തന്നെ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം നമ്മൾ നല്ല ബ്ലോക്കിൽ കിടന്നു. ഈവൻ ഒരു ടാക്സി ഡ്രൈവർ ഉണ്ടായിട്ട് കൂടി. അങ്ങേര് നമ്മളെ ആദ്യം തന്നെ മെയിൻ സിറ്റിയിൽ നിന്ന് ഒഴിവാക്കി വേറെ ഏതോ വഴി കൂടെ ഒക്കെ കൊണ്ടുവന്നാണ് അത്യാവശ്യം ഈ ഇതിൻ്റെ അടുത്ത് എത്തിയത്. പിന്നെ നമ്മൾ ഓൾറെഡി സൂയിസൈഡ് പോയിൻ്റ് ഇപ്പോഴത്തെ പേര് ഗ്രീൻ വാലി അങ്ങനെ എന്തോ ആണ്. അവിടെ നമ്മൾ ജസ്റ്റ് ഇറങ്ങാനൊന്നും നിന്നില്ല, കാരണം അതുപോലെ തിരക്കായിരുന്നു അവിടെ. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പില്ലർ റോക്കിലും ഗുണ കേവിലും പോയത്. പിന്നെ ഈ പൈൻ ഫോറസ്റ്റ്, അമ്മയൊന്നും പൈൻ ഫോറസ്റ്റിൽ വന്നിട്ടില്ലായിരുന്നു. അത് ശരിക്കും അവരൊക്കെ നല്ല എൻജോയ് ചെയ്ത സ്ഥലമായിരുന്നു അത്. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഈ കാണുന്ന മോയർ പോയിൻ്റ് എന്ന് പറയും, ഇവിടെ വന്ന് ജസ്റ്റ് ഇവിടുത്തെ ഈ സീനറിയും അത് ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റാണ്. എനിക്കൊന്ന് കൊടൈക്കനാലിൽ കൂടുതലും ഗുണ കേവും പൈൻ ഫോറസ്റ്റും കഴിഞ്ഞാൽ പിന്നെ വ്യൂ പോയിൻറ്റ്സാണ് കൂടുതലും ഈ മെയിൻ ഏരിയയിൽ. അങ്ങനെ നമ്മൾ ഈ മോയർ പോയിൻറ്റിലൊക്കെ നിന്ന് കുറച്ച് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ
ഫുഡ് കഴിക്കാനായിട്ടും ഒക്കെയാണ് പോയത്. എനിക്ക് ക്ലൈമറ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കേരളത്തിലെ ചൂട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടെയൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരാൻ തോന്നത്തില്ല. അതുപോലത്തുള്ള നല്ലൊരു ഉച്ച സമയത്ത് വെയിലുണ്ടെങ്കിൽ തന്നെയും ആ ഒരു എന്താ പറയുക, ഒരു ഉഷ്ണം നമുക്ക് തോന്നത്തില്ല. അതുപോലെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് തന്നെയായിരുന്നു അവിടെ. എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി പറയുകയാണെങ്കിൽ. ഒന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് ഇതിന് നല്ലതാണ്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ ശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ അവിടെയൊക്കെ നമ്മുടെ മെയിൻ സ്ഥലമുണ്ടല്ലോ, നമ്മുടെ ലേക്ക്, കൊടൈക്കനാൽ ലേക്ക്. ഞാൻ കേട്ടിട്ടുണ്ട് കൊടൈക്കനാൽ ലേക്ക് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി തന്നത്. ഫസ്റ്റ് ഞാൻ ഈ ഇടയ്ക്കാണ് അത് അറിഞ്ഞത്. ഞാൻ വിചാരിച്ചത് ശരിക്കുള്ള ലേക്കായിരിക്കുമെന്ന്. പക്ഷേ പിന്നെ അറിഞ്ഞത് അത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണെന്ന്. അതിന് ചുറ്റും നമ്മൾ കുറച്ച് നടന്നു. മോന് ഈ പരിപാടി ഇത് ഭയങ്കര കളിപ്പീരാണ് കേട്ടോ എനിക്ക് തോന്നി. കാരണം ഇവർ മറ്റേ പാസിപ്പരിപ്പില്ലേ, ആ പരിപ്പ് വെച്ചിട്ടാണ് ഇത് പൊട്ടിക്കാൻ തരുന്നത്. ഇത് 5 എണ്ണം നമ്മൾ ഒരുമിച്ച് പൊട്ടിക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ ടെഡി ബിയറിനെ കിട്ടുന്നത്. പക്ഷേ എനിക്ക് നല്ല സംശയമുണ്ട്, ഇവർ ഈ 5 എണ്ണം ഒരുമിച്ച് കൊള്ളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ചില പരിപ്പുകൾ ധനുക്കുട്ടനത് ഒരെണ്ണത്തിൽ ഈ പറഞ്ഞ ഇത് പോയി തട്ടുന്നുണ്ടെങ്കിലും ബലൂൺ പൊട്ടുന്നില്ല. മീൻസ് അവർ അതിനനുസരിച്ചിട്ടാണ് അത് ഇടുന്നത്. അവർക്ക് നഷ്ടമാണ് ശരി, എന്നാലും അത് ശരിയല്ല. കൊച്ചുങ്ങൾ ആ ടെഡി ബിയറിനെ ആഗ്രഹിച്ച് അവർ എയിം ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് അവർക്കത് കിട്ടാത്തത് എനിക്ക് അവരുടെ പരിപ്പിന് നല്ല സംശയമുണ്ട്. അവർ 1-2 എണ്ണം അവൻ കൊള്ളിച്ചതും പൊട്ടുന്നില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരി അവൻ്റെ ഒരു ആഗ്രഹം തീർക്കാനായിട്ട് പിന്നെ ഈ മറ്റേ വലിയ തോക്കും തന്നായിരുന്നു കേട്ടോ. അവർ 100 രൂപയ്ക്ക് നമുക്ക് 10 പ്രാവശ്യം ഷൂട്ട് ചെയ്യാം. പിന്നെ അവൻ എക്സ്ട്രാ ഒരു 2-3 ഇതും കൂടെ കൊടുത്തു അവർ. അങ്ങനെ ധനുക്കുട്ടൻ നല്ല എൻജോയ് ചെയ്തു ആ ഒരു ടാസ്ക്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ സൈക്ലിങ്ങിന് ഉള്ള ഏരിയയിൽ നിന്ന് പോയിട്ട് സൈക്കിൾ എടുത്തു. അവിടെ സൈക്ലിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വില്ലയുടെ അടുത്ത് അവിടെ തന്നെ ഒരു റിസോർട്ടുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ കാട്ടുപോത്തിനെ കണ്ടത്. അവിടെ അത്യാവശ്യം നല്ല കാട്ടുപോത്തിൻ്റെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വൈകുന്നേരമൊക്കെ ഇറങ്ങി നടക്കുമ്പോഴും ഒക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സോളാർ ഒബ്സർവേറ്ററിയിലാണ്. അവിടെ പോയിട്ട് നമ്മൾ അതൊരു മ്യൂസിയമാണ്. അവിടെ റിസർച്ച് സെൻറ്ററും കൂടാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് കയറാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് സണ്ണിനെ ടെലിസ്കോപ്പ് വെച്ചിട്ട് കണ്ടു. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ ടാക്സി ഒന്നും എടുത്തില്ല. ഞങ്ങൾ നേരെ നമ്മളെ ഓൺ കാറിൽ തന്നെ അവിടുത്തെ കുറേ റീൽസിലും ഒക്കെ കണ്ട് നമ്മുടെ പൂമ്പാറൈ, മന്നമന്നൂർ എന്നൊക്കെ പറഞ്ഞ ചില ഗ്രാമങ്ങളുണ്ട്, അവിടെ പോയി. ഡ്രൈവ് അടിപൊളിയാണ്, കാട്ടിലൂടെയുള്ള ഡ്രൈവാണ്, നല്ല രസമാണ്, വലിയ തിരക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് സൺഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മൺഡേ ആയിരുന്നു. അപ്പോൾ അവിടെ തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു അവർ പറയുന്നത് കേട്ടു എക്സാംസ് എന്തോ നടക്കുകയാണ്. അപ്പം തമിഴ്നാട് വണ്ടിയൊന്നും അധികമില്ലായിരുന്നു, കൂടുതലും കേരള വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് അത്യാവശ്യം നല്ല കുറവായിരുന്നു ഞങ്ങൾ പോകുന്ന റൂട്ടിൽ. അപ്പം നമ്മളവിടെ പൂമ്പാറൈ വില്ലേജിൽ ഫസ്റ്റ് പോയായിരുന്നു. അവിടെയാണ് വെളുത്തുള്ളി കൃഷി ഒരുപാടുണ്ട്. അപ്പം നമ്മളവിടുന്ന് കുറേ വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചു. അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി, വെളുത്തുള്ളി വാങ്ങിച്ച ആ ഒരു സ്ഥലം. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു, അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പെട്ടുപോയി. അതൊരു ചന്ത പോലൊരു ഏരിയ ആയിരുന്നു. അവിടെ ഒരു മുരുക ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ്. പക്ഷേ നമ്മൾ ആ ചന്തയ്ക്കകത്ത് കയറിയിട്ട് നല്ല തിരക്കായിട്ട് ലോറിയും അത്യാവശ്യം നല്ല റഷായിരുന്നു അവിടെ. അതുകൊണ്ട് നമുക്ക് അവിടെ അധികം നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നേരെ നമ്മൾ മന്നവന്നൂർ വിട്ടു. അവിടെ ഈ പറഞ്ഞ റാബിറ്റ് ആൻഡ് ഷീപ്പ് റിസർച്ച് സെൻറ്റർ ഉണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ. അപ്പോൾ അവിടെ കയറി ഷീപ്പിനെയും മുയലിനെയും ഒക്കെ, അത് അത്യാവശ്യം നല്ല കൂളായിട്ടൊരു പ്ലേസായിട്ട് എനിക്ക് തോന്നി, എനിക്കിഷ്ടപ്പെട്ടു. നമുക്കവിടെ മൊട്ടക്കുന്നും ഒക്കെ ഉണ്ട്, നമുക്കവിടെ പോയി കുറച്ച് നേരം ഇരിക്കാനും ഒക്കെ നല്ല രസമായിരുന്നു. മന്നവന്നൂർ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. പൂമ്പാറൈ ഉള്ളി വില്ലേജ് ഞാൻ കാണിച്ചില്ല, ഒരു വില്ലേജ് ഏരിയ ആണ്, അവിടെ കൃഷി മാത്രമേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം, അങ്ങനെയേ ഉള്ളൂ. പിന്നെ മന്നവന്നൂർ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ മൊട്ടക്കുന്നും ഈ ഒരു റിസർച്ച് സെൻറ്ററും ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു.
പിന്നെ ഈ പൂമ്പാറയും മന്നവന്നൂരും പോയിട്ട് നമ്മൾ തിരിച്ച് വരുന്ന റൂട്ടിൽ നമ്മൾ കൂക്കൽ എന്നൊരു സ്ഥലമുണ്ട്. എനിക്ക് പോയതിൽ ഒട്ടും വെർത്തായിട്ട് തോന്നാഞ്ഞൊരു സ്ഥലം അതാണ്. മേ ബി ട്രക്കിങ്ങിനൊക്കെ പോകാനായിട്ട് അവിടെ എന്തോ സ്ഥലമുണ്ടെന്ന് ഞാൻ കേട്ടു. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യമില്ല. പക്ഷേ ഈ കൂക്കലൊരു ലേക്ക് മാത്രമേ ഉള്ളൂ. അത് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് പഴയ നമ്മുടെ കൊടൈക്കനാലിലെ ലേക്കിൻ്റെ അടുത്ത് വന്നു. ധനുക്കുട്ടന് സൈക്ലിങ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഇന്നലെ നമ്മൾ വലിയ ആൾക്കാരുടെ സൈക്ലിങ് ചെയ്തിട്ട് അവനെ ബാക്കിൽ ഇരുത്തിയതുള്ളൂ. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ വന്നിട്ട് അവന് സൈക്കിൾ എടുത്തു. ഈ സമയത്ത് ഞാനും അമ്മയും അവിടെ പോയി കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ നടത്തി. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേയും കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ പ്ലാന് അവിടെ റൂമിൽ പോവുക, കിടന്നുറങ്ങുക, നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ തിരിക്കാമെന്ന് വിചാരിക്കണം. നമുക്കൊരു 7 hours ഡ്രൈവ് ഉണ്ട് കൊട്ടാരക്കരയ്ക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നും കൂടെ സ്റ്റേ ചെയ്യാം. കാരണം ഇന്നിപ്പോൾ ഇത്രയും ഡ്രൈവൊക്കെ ചെയ്ത് പോയി വന്നിട്ട് രാത്രി ഡ്രൈവ് എന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ തിരിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ അടിച്ചു. നെക്സ്റ്റ് ഡേ തിരിച്ചു. അതിനെക്കൂട്ടെ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ. അവന് ഇഷ്ടമായി. അവന് ഇവിടെ നിന്ന് വരാനേ തോന്നുന്നില്ലായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു കൊടൈക്കനാലിലെങ്ങനെ നിന്നാൽ മതിയായിരുന്നു. അമ്പാതിരി ചൂടല്ലേ നമ്മുടെ നാട്ടിൽ. ഇപ്പം എല്ലാവർക്കും എന്ത് പറയുന്നു, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇവിടെ ഇപ്പം കൊല്ലം ഇപ്പം 36-37 ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ അവിടെയൊക്കെ ഇന്നത്തെ ചൂട് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തൂ. ആർക്കാണ് കൂടുതലെന്നറിയാം, ഏത് ജില്ലയ്ക്കാണെന്നറിയാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.